നമസ്കാരം. ജന്തർ മന്ദിർ സമരത്തിൽ നിന്ന് ഓടി ഒടുക്കം അമിത്ഷാ മോദി സർക്കാർ മറ്റൊരു കുരുക്കിലേക്ക് കൂടി പെട്ടിരിക്കുകയാണ്. അഴിക്കും തോറും കൂടുതൽ മുറുകുന്ന കുരുക്ക്, PM കേഴ്സിൻ്റെ കുരുക്ക്. ഇത്രയും കാലം PM കേഴ്സിൻ്റെ പേരിൽ ഉയർത്തിയ ചോദ്യങ്ങളെ പേടിച്ച് രാജ്യദ്രോഹം എന്ന് പറഞ്ഞു നടന്ന BJP സംഘങ്ങൾ ഒന്നാകെ ഉത്തരം മുട്ടി നിൽപ്പാണ്. ഓഡിറ്റ് പോലും ഇല്ലാതെ അവശേഷിക്കുന്ന രഹസ്യത്തിൻ്റെ ഉള്ളറകൾ തുറക്കപ്പെടുകയാണ്. കൂടുതൽ ദുരൂഹതകൾ ഉയർത്തിക്കൊണ്ടാണ്. PM കേഴ്സ് 3 കാര്യങ്ങൾ എന്തൊക്കെ എന്നാണ് നമ്മളിപ്പോൾ ഈ സാഹചര്യത്തിൽ പരിശോധിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായി 10 ദിവസം കഴിഞ്ഞ് വമ്പൻ വിമർശനമുയർന്നപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ എത്തിയതിൻ്റെ ചിത്രമാണ്. നല്ല ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് മോദി തിരിച്ചുപോയി. 5 പൈസ സഹായം പിന്നീട് ഒരിക്കലും കൊടുത്തില്ല. അന്ന് നാട്ടുകാരെല്ലാം ചോദിച്ചു, ഇത്രയും വലിയ ദുരന്തമല്ലേ, കേരളത്തിന് സഹായം കൊടുത്തൂടെ, PM കേഴ്സിൽ 10,000 കോടി കെട്ടിക്കിടപ്പില്ലേ എന്ന് പലരും ചോദിച്ചു. അയ്യോ, അത് ചോദിച്ചൂടാ, അത് രാജ്യദ്രോഹം എന്ന് പറഞ്ഞ് കൊല്ലങ്ങൾ ഒരുപാട് തള്ളി നീക്കി കൊണ്ടുപോയി. പ്രധാനമന്ത്രിയുടെ വിദേശയാത്രയ്ക്ക് മാത്രം 2021-26 കണക്ക് 557 കോടി രൂപ ചെലവായി എന്നുള്ളതാണ്. PM കേഴ്സിൻ്റെ കണക്ക് പക്ഷേ രഹസ്യമാക്കി വെച്ചു. ഒടുക്കം ജന്തർ മന്ദിറിലെ ജെൻസി സമരക്കാർ വന്ന് ആ ചോദ്യം ചോദിച്ചു. അത് കുറിക്ക് കൊണ്ടു. PM കേഴ്സിലെ പണം എവിടെ എന്ന്. നിൽക്കക്കള്ളിയില്ലാതെ അവസാനം നമ്മുടെ കണ്ണിൽ പൊടിയിടാനാണെങ്കിലും 1 വർഷത്തെ കണക്ക് പുറത്തുവിട്ടിരിക്കുകയാണ്. ആ കണക്ക് നോക്കിയാൽ നമ്മുടെ തലപെരുക്കും. നമ്മൾ കബളിപ്പിക്കപ്പെടുകയാണോ എന്നുള്ള ചോദ്യം ഉയർത്തപ്പെടും. PM കേഴ്സ് എന്ന വമ്പൻ പരിപാടി എന്തിനാണ് ഉപയോഗിക്കുന്നത്? എന്താണ് മോദിയും കൂട്ടരും ആ ഫണ്ട് ചെയ്യുന്നത്? നമ്മളെ നിരാശപ്പെടുത്തുന്ന ആ കണക്കിനെതിരെ കനത്ത വിമർശനങ്ങൾ ഉയർത്തപ്പെടുകയാണ്. പ്രധാനമന്ത്രി വിശ്വസിച്ച് പണം നൽകിയവരും ജീവൻ പ്രതിസന്ധിയിലായാൽ അതിൽ നിന്ന് പണം നൽകുമല്ലോ എന്ന് പ്രതീക്ഷിച്ചവരും ഒരുപോലെ രോഷാകുലരായി. നമ്മൾ ആദ്യം കണ്ടില്ലേ, വയനാട്ടിലേക്ക് ഒരു പണം നൽകാതെ അവിടെ കെട്ടിക്കിടത്തിയ PM കേഴ്സ്. ഈ വിമർശനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന് ഇന്നത്തെ മാതൃഭൂമി മുഖപ്രസംഗം ഉയർത്തുന്നുണ്ട്. നമുക്ക് അടുത്തതായി ആ മാതൃഭൂമി മുഖപ്രസംഗത്തിലേക്ക് കടക്കാം. PM കേഴ്സ് ഫണ്ടിലെ ദുരൂഹത എന്ന തലക്കെട്ടിൽ പ്രസക്തമായ 3 കാര്യങ്ങളിലൂടെ ഈ മുഖപ്രസംഗം കടന്നു പോകുന്നുണ്ട്. ഒന്നാമത്തേത് ഈ PM കേഴ്സ് ഫണ്ടിൻ്റെ പശ്ചാത്തലം തന്നെയാണ്. കോവിഡ് മഹാമാരി പുറപ്പെട്ട 2020 മാർച്ചിലാണ് PM കേഴ്സിന് തുടക്കമിട്ടത്. ദേശീയ ദുരന്തങ്ങളും മറ്റ് അടിയന്തര സാഹചര്യങ്ങളും നേരിടാനുള്ള കരുതൽ നിധി എന്നാണ് പറഞ്ഞത്. പൊതുജനങ്ങളുടെ സംഭാവന, വിദേശ സംഭാവന, കമ്പനികളുടെ സാമൂഹിക ഉത്തരവാദിത്വ പ്രകാരമുള്ള നീക്കിവെപ്പുകൾ എന്നിവ ഫണ്ടിലേക്ക് ഒഴുകി. ആദ്യത്തെ 3 വർഷം കൊണ്ട് ഫണ്ടിൽ 13,000 കോടി രൂപ എത്തിയതായാണ് ഒരു ഏകദേശ കണക്ക്. കോവിഡിൻ്റെ അടിയന്തര സാഹചര്യത്തിൽ നിലവിൽ വന്ന് ആദ്യ വാരത്തിൽ, അതായത് ഇത് PM കേഴ്സ് വന്ന ആദ്യത്തെ ആഴ്ച എത്ര രൂപ അറിയോ വന്ന്? 3,000 കോടി രൂപ സംഭാവനയായി എത്തി. അപ്പം ഈ കണക്കിലൊന്നും നിൽക്കില്ല. ഫണ്ടിനെ സംബന്ധിച്ച ചില കൃത്യതകൾ വിവരാവകാശ പ്രവർത്തകരും മറ്റും തേടി. സർക്കാരിൻ്റെ പ്രകൃതം മാറി. PM കേഴ്സ് ഫണ്ട് വിവരാവകാശ നിയമത്തിൽ നിർവചിച്ച പ്രകാരമുള്ള പൊതുസ്ഥാപനമല്ലാത്തതിനാൽ അതിൻ്റെ പരിധിയിൽ വരില്ല എന്ന് സർക്കാർ നിലപാടെടുത്തു. പോരാത്തതിന് ഇക്കൊല്ലം ഫെബ്രുവരിയിൽ PM കേഴ്സ് ഫണ്ടിനെ പറ്റി പാർലമെന്റിൽ ചോദ്യം ഉന്നയിക്കരുത് എന്ന് നിർദ്ദേശിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ലോക്സഭാ സെക്രട്ടേറിയറ്റിന് കത്ത് അയച്ചു. സുതാര്യതയുടെ അഭാവത്തിൽ ആദ്യം മുതൽ ശ്രദ്ധ നേടിയ സംരംഭം എന്ന് PM കേഴ്സ് ഫണ്ടിനെ വിശേഷിപ്പിച്ചാൽ തെറ്റു പറയാനാവില്ല. ഇനി അടുത്തതാണ് 2022-23 സാമ്പത്തിക വർഷത്തിന് ശേഷം ഫണ്ടിൻ്റെ വരവ് ചെലവ് കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നില്ല. ജന്തർ മന്ദിറിൽ ഈയിടെ നടന്ന സമരത്തിന് ധനസ്രോതസ് ഏതെന്ന് ചോദിച്ച BJP നേതാക്കൾ രംഗത്തെത്തിയ ഘട്ടത്തിൽ PM കേഴ്സ് ഫണ്ടിൽ നിന്നാണ് സഹായം ലഭിക്കുന്നതെന്ന് സമരക്കാർ പരിഹസിച്ചു. ഇതിനു പിന്നാലെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആ ചോദ്യം കുറിക്ക് കൊണ്ടതിൻ്റെ റിസൾട്ടായിട്ടാണ് ഇക്കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ PM കേഴ്സ് ഫണ്ടിൻ്റെ 2023-24, 24-25 വർഷങ്ങളിലെ വരവ് ചെലവ് കണക്കുകൾ പുറത്തുവിട്ടത്. ഫണ്ടിൽ പണമുണ്ടായിട്ടും ചെലവഴിച്ചത് നാമമാത്രമായ തുക എന്നത് വിചിത്രമായ വിവരമാണ്. സംഭാവനകൾ, ബാങ്ക് നിക്ഷേപത്തിൽ നിന്നുള്ള പലിശ, പദ്ധതി നടത്തിപ്പ് ചുമതലയുള്ള ഏജൻസികൾ തിരിച്ചടച്ച തുക എന്നീ വകകളിലായി 2024-25 സാമ്പത്തിക വർഷത്തിൽ 1,279.9 കോടി രൂപയാണ് ഫണ്ടിലാകെ വന്നത്. ഇതിൽ നിന്ന് ചെലവഴിച്ച തുക വെറും 87.85 ലക്ഷം രൂപ മാത്രം. ഇത് ഫണ്ടിലെ ക്ലോസിംഗ് ബാലൻസിൻ്റെ 0.01% മാത്രം. ഫണ്ടിന് തുടക്കമിട്ട 2020 മാർച്ച് മുതൽ 25 മാർച്ച് 31 വരെയുള്ള കാലയളവിൽ ആകെ വരുമാനത്തിൻ്റെ 1/5 താഴെ മാത്രമേ ചെലവഴിച്ചിട്ടുള്ളൂ എന്ന് വ്യക്തമായി. വരുമാനത്തിൻ്റെ ഭീമമായ പങ്ക് എന്തുകൊണ്ടാണ് നിഷ്ക്രിയമാക്കി വെച്ചിരിക്കുന്നതെന്ന് പ്രതിപക്ഷവും വിവരാവകാശ പ്രവർത്തകരും സാമൂഹിക പ്രവർത്തകരും ചോദിക്കുന്നു. രാജ്യമെങ്ങും പ്രകൃതി ദുരന്തങ്ങളാൽ ജനം വലയുമ്പോഴാണ് ഇത് എന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. 2024 വയനാട് മുണ്ടക്കൈ ചുരൽമര ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വാഗ്ദാനം ചെയ്ത പ്രത്യേക സാമ്പത്തിക പാക്കേജ് കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകിയില്ല എന്നുകൂടി നാം ഓർക്കണം.
ഇനി മൂന്നാമത്തേതാണ് ഇതിൻ്റെ ദുരൂഹത കൂട്ടുന്ന, ഇത് രഹസ്യമാക്കി വെക്കുന്ന സാഹചര്യം. പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആയതിനാൽ PM കെയേഴ്സ് ഫണ്ട് വിവരാവകാശ പരിധിയിൽ വരില്ലെന്ന് കേന്ദ്ര സർക്കാർ 2023 ഡൽഹി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു. പ്രധാനമന്ത്രി അധ്യക്ഷൻ, കേന്ദ്ര ആഭ്യന്തര പ്രതിരോധ ധനമന്ത്രിമാർ അംഗങ്ങളുമായ ട്രസ്റ്റാണ് ഇത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു സംരംഭം രഹസ്യാത്മകത കാത്തുസൂക്ഷിക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഈ ഫണ്ടിലേക്ക് പണം വരുന്നത് ആരിൽ നിന്ന്, എവിടെ നിന്ന് എന്നതൊക്കെ പരമരഹസ്യമായി തുടരുകയാണ്. വിദേശ ആഭ്യന്തര കമ്പനികളിൽ നിന്നും മറ്റും ഫണ്ടിലേക്ക് ദുരൂഹ ധനം സ്വീകരിച്ച് തിരികെ സർക്കാർ വഴിവിട്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടോ എന്ന സംശയം ഉന്നയിക്കപ്പെടുകയാണ്. അങ്ങനെയെങ്കിൽ സുപ്രീം കോടതി റദ്ദാക്കിയ ഇലക്ട്രൽ ബോണ്ട് പദ്ധതി പോലെ അഴിമതിക്കുള്ള മറയായി PM കെയേഴ്സ് ഫണ്ടിനെയും ഉപയോഗിക്കുന്നു എന്ന് കരുതേണ്ടി വരും. അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ ഈ ഫണ്ടിനെ വിവരാവകാശ പരിധിയിൽ ഉൾപ്പെടുത്താനുള്ള ധാർമ്മിക ധീരത കേന്ദ്ര സർക്കാർ കാണിക്കണം. നേരത്തെ ഇലക്ട്രൽ ബോണ്ട് വലിയ വിവാദമായതാണ്, രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള സംഭാവന. അതിൽ BJPയുടെ പങ്ക് എന്താണ്? ഇപ്പോൾ നാടുനീളെ ദേശീയവാദം ഇടിഞ്ഞു പൊളിയുമ്പോൾ ഇലക്ട്രൽ ബോണ്ടിൻ്റെ അവശേഷിപ്പ് നമുക്ക് അവിടെ കാണാം. ഇങ്ങനെ പണം കൊടുത്ത് പദ്ധതികൾ നേടി അഴിമതിയുടെ വഴികൾ സൃഷ്ടിക്കപ്പെടുന്ന ഇലക്ട്രൽ ബോണ്ടിന് സുപ്രീം കോടതി തടയിട്ടു. അതിൻ്റെ കേസിൻ്റെ കാര്യമൊക്കെ നമുക്കറിയാം. എന്നാൽ ഇപ്പോൾ അതിനു പകരമായി PM കെയേഴ്സ് ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്ന ഗുരുതരമായ ചോദ്യം സമൂഹത്തിൽ ഉയരുന്നത് മാതൃഭൂമി ഉന്നയിക്കുകയാണ്. ഇനി ഉത്തരം കിട്ടേണ്ട നിരവധി ചോദ്യങ്ങളുണ്ട്. 10 ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാം. ഒന്ന്, PM കെയേഴ്സ് രൂപീകരിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് ഒരു ദിവസത്തെ ശമ്പളം വ്യാപകമായി പിടിച്ചെടുത്തിരുന്നല്ലോ. അത്രമാത്രം തുക തന്നെ 438 കോടി വരും. എന്നിട്ടും ആദ്യ ആഴ്ചയിൽ തന്നെ ഇപ്പോൾ മാതൃഭൂമി കണക്ക് പ്രകാരം ഇത്രയധികം കോടി രൂപ അതിലേക്ക് വന്നിട്ട് ഇത് വിവരാവകാശ പരിധിയിലോ പൊതുജനങ്ങളുടെ പണം കൈകാര്യം ചെയ്യുന്നു എന്ന മട്ടിൽ CAG ആക്ടിൻ്റെ പരിധിയിലോ പെടുത്താതെ ഈ പണം രഹസ്യമാക്കി വെച്ചത് എന്തിനാണ്? 2, 1948 രൂപീകരിച്ച പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ ഫണ്ട് നിലനിൽക്കെ എന്തിനാണ് അതിനെ അട്ടിമറിച്ച് രഹസ്യ സ്വഭാവത്തിൽ മറ്റൊരു ഫണ്ട് രൂപീകരിച്ചത്? 3, കോവിഡ് കാലത്ത് സാധാരണക്കാരുടെ അനുതാപത്തെ ചൂഷണം ചെയ്ത് പിരിച്ചെടുത്ത 10,000-ലധികം കോടി രൂപ ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെക്കുന്നത് എന്തിനാണ്? 4, ഈ ഭീമമായ തുകയുടെ ഓഡിറ്റ് നടത്താൻ മോദി സർക്കാർ വിസമ്മതിക്കുന്നത് എന്തുകൊണ്ടാണ്? 5, പ്രധാനമന്ത്രിയുടെ ഓഫീസിനെയും ദേശീയ ചിഹ്നങ്ങളെയും വിശ്വസിച്ച് പണം നൽകുന്ന രാജ്യത്തിലെ പൗരരെ ഇങ്ങനെ കബളിപ്പിക്കുന്നത് എന്തിനാണ്? 6, ഇത്രയൊക്കെ വിമർശനമുണ്ടായിട്ടും പ്രധാനമന്ത്രിക്ക് മാത്രം ലഭ്യമായ വിധത്തിൽ അല്ലെങ്കിൽ ആ ട്രസ്റ്റ് അംഗങ്ങൾ, ആഭ്യന്തരമന്ത്രി അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ആളുകൾ അതിലുണ്ടായിട്ടും ഇത് രഹസ്യമാക്കി വെച്ച് ഭരണഘടനാപരമായ സർക്കാരിൻ്റെ പൗരരോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റാതെ സ്വകാര്യ സ്പേസാക്കി മാറ്റിയത് എന്തുകൊണ്ടാണ്? പ്രളയമടക്കമുണ്ടായപ്പോൾ സൈന്യത്തിൻ്റെ സേവനത്തിനടക്കം സംസ്ഥാനങ്ങളോട് പണം ഈടാക്കിയ കേന്ദ്ര സർക്കാരാണ്. കേരളത്തിന് അനുഭവമുണ്ട്. അത്തരം ദുരന്ത ഘട്ടങ്ങളെപ്പോലും ഇതിന് ഉപയോഗിക്കാതെ ഈ പണം പിന്നെന്തിനാണ് ജനങ്ങളിൽ നിന്ന് പിരിച്ചത്? ഔദ്യോഗികമായി ഫണ്ടിനെ കുറിച്ച് ചോദ്യങ്ങൾ വരുമ്പോൾ സ്വകാര്യ ട്രസ്റ്റ് എന്ന് വിളിച്ച് പ്രതിരോധിക്കുന്നത് എവിടത്തെ മര്യാദയാണ്? അത് ജനങ്ങളുടെ പണമല്ലേ? 9, വാക്സിനുകളടക്കം ആരോഗ്യ മേഖലയിൽ വൻ തുക ചെലവഴിച്ചു എന്നാണ് ചെലവിനെ കുറിച്ചുള്ള സർക്കാരിൻ്റെ വാദം. എത്ര പണം എവിടെയൊക്കെ ചെലവഴിച്ചു എന്ന് വിശദീകരിക്കാൻ സർക്കാരിന് ധൈര്യമുണ്ടോ എന്നുള്ളതാണ്. 10, കോവിഡ് കാലത്ത് ആവശ്യത്തിന് പണം നൽകിയില്ല. പ്രകൃതി ദുരന്തങ്ങളിൽ പണം നൽകുന്നുമില്ല. വയനാട് വന്ന് ഫോട്ടോഷൂട്ട് നടത്തി 5ൻ്റെ പൈസ കൊടുക്കാതെ തിരിച്ചുപോയ നരേന്ദ്രമോദിയെ നമുക്ക് അറിയാം. ഇത്രയൊക്കെ നാട് ദുരിതത്തിലായിട്ടും ഈ പണം ചെലവഴിക്കാതെ വയ്ക്കുമ്പോൾ, മറ്റ് കണക്കുകൾ പറഞ്ഞ് ജനത്തെ കബളിപ്പിക്കുമ്പോൾ ജനം ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അതിൽ 10ാമത്തെ ചോദ്യം ഈ മാതൃഭൂമി മുഖപ്രസംഗത്തിൽ ഉന്നയിച്ച ചോദ്യമാണ്. ഇത് ഇലക്ട്രൽ ബോണ്ടിൽ പരാജയപ്പെട്ട തട്ടിപ്പിനുള്ള അഴിമതിക്കുള്ള വഴി പുതിയതായി തുറക്കാൻ PM കെയേഴ്സ് ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള ഏറ്റവും പ്രസക്തമായ ചോദ്യം. ആ ചോദ്യങ്ങൾക്ക്, ഈ 10 ചോദ്യങ്ങൾക്ക് ഉത്തരം, മറുപടി ഭാവിയിൽ പറയേണ്ടി വരും സർക്കാരിന്. ജന്തർ മന്ദിറിൽ സമരം നടത്തിയ CJPയും വിദ്യാർത്ഥികളും ഉന്നയിച്ച ചോദ്യങ്ങളുടെ തുടർച്ചയായി ഒരു സാമ്പത്തിക വർഷത്തെ 2 സാമ്പത്തിക വർഷത്തെ കണക്കെങ്കിലും പുറത്തു പറയേണ്ടി വന്നു ഇപ്പോൾ സർക്കാരിന്. ഈ കണക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ കണക്ക് ഈ PM കെയേഴ്സ് എന്തിനാണോ സ്ഥാപിച്ചു എന്ന് സർക്കാർ അവകാശപ്പെടുന്നത് അതിനുവേണ്ടി ഉപയോഗിക്കപ്പെടുന്നില്ല എന്ന്. ഇത്ര ചുരുക്കം തുക മാത്രം കണക്കിൽ കാണിക്കാൻ വേണ്ടി മാത്രം ചെലവഴിച്ചു എന്നുള്ളതാണ്. അതിന് പകരം മറ്റെന്തിനോ വേണ്ടിയാണ് എന്ന സംശയം, ഈ മാതൃഭൂമി മുഖപ്രസംഗം ഉന്നയിക്കുന്ന ദുരൂഹതയുടെ സംശയം അവിടെ വീണ്ടും ഉയരുകയാണ്. അതിഭീമമായ തുക PM കെയേഴ്സിലേക്ക് വന്നിട്ടും ഇതാണ് സ്ഥിതി. പ്രത്യേകിച്ചും തുടക്കകാലത്ത്, കോവിഡ് കാലത്ത് മാത്രം വന്ന 10,000-ലധികം കോടി രൂപയുടെ കണക്ക്, നമ്മുടെ അനൗദ്യോഗിക കണക്ക് നമ്മുടെ മുമ്പിലുണ്ട്. ജനങ്ങളുടെ പണം പ്രധാനമന്ത്രിയും സർക്കാരിൻ്റെ ചിലരും മാത്രം പൗരൻ്റെ മുന്നിൽ രഹസ്യമാക്കി വെച്ച് ഒരു ട്രസ്റ്റിൻ്റെ പേരും പറഞ്ഞ് ഇങ്ങനെ ഉപയോഗിക്കുന്നത് ശരിയാണോ? ഉത്തരം പറയേണ്ടി വരും. പഴയതുപോലെയല്ല കാര്യങ്ങൾ. പുതിയ സാഹചര്യത്തിൽ കേന്ദ്രം എങ്ങനെ പ്രതികരിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.